വെരി ഗുഡ് മോർണിംഗ്. അവ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്ന് ഒരു കരിയർ റീഡിംഗ് ആണ് നോക്കണേ. അപ്പോൾ ഫസ്റ്റ് കാർഡ് കരിയറിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കിയപ്പോൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് പറഞ്ഞാൽ സമ്പത്തിൻ്റെ രാജ്ഞി, അബണ്ടൻസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു ബിസിനസ് സെൻസുള്ള ലേഡിയാണ്. ക്യൂൻ എന്നൊക്കെ പറയുമ്പോൾ നർച്ചറിങ് ആണ്, പരിപാലനം. പിന്നെ ഇവർക്ക് ഗാർഡനിങ്, പിന്നെ അഗ്രികൾച്ചറൊക്കെ വളരെ താല്പര്യമുള്ള ഒരു സ്ത്രീയാണ്. പണം കൈകാര്യം ചെയ്യാൻ വളരെ കഴിവുള്ള ഒരു ലേഡിയാണ് അവർ. എല്ലാവർക്കും കമ്പാഷനേറ്റാണ്, കെയറിങ് ഒക്കെയാണ്. അപ്പോൾ ഒരു സ്വയം ഒരു സംരംഭക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അഡ്വൈസ് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ എന്നുള്ള കാർഡാണ്, മേജർ ആർക്കന കാർഡാണ്. അതായത് നമ്പർ 1 കാർഡാണ്, യൂണിവേഴ്സൽ ഡിസിഷൻ്റെ കാർഡാണ്. അതായത് ലീഡർഷിപ്പിൻ്റെ കാർഡാണ്. പുതിയ തുടക്കങ്ങളുടെ, അതായത് ഭാവിയിലേക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഇത് ടേക്ക് ആക്ഷൻ ആൻഡ് മാനിഫെസ്റ്റ്. അതായത് നിങ്ങൾ നടപടി എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടുകൂടി നിങ്ങളൊരു കാര്യത്തിന്, ഒരു പുതിയ തുടക്കത്തിന്, പുതിയ തൊഴിലോ പുതിയ ബിസിനസ്സിനൊക്കെ ആയിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സക്സസ് ഉണ്ടാവും. എല്ലാ ദിക്കിലും മാജിക് സംഭവിക്കും എന്നാണ് ഈ അഡ്വൈസ് എന്നുള്ള കാർഡ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ഡിറക്ഷനിലേക്കാണ് പോകണമെന്ന് നോക്കിയപ്പോൾ 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. 7 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും നിങ്ങൾ പുരോഗതിയുടെ പാതയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് പ്രതീക്ഷിച്ച പ്രോഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേ തുടരണോ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ പുരോഗതിയുടെ വക്കിലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ചിന്തിക്കാതെ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ക്ഷമയോടുകൂടി ഉത്സാഹത്തോടുകൂടി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റും സക്സസ്സും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ 7 ഓഫ് പെൻഡക്കിൾസ് എന്നുള്ള കാർഡ് തന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് വിചാരിച്ച പ്രോഫിറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് തുടരണമെന്നുള്ളത്. അതായത് വിളവെടുപ്പിന് വേണ്ടി കാത്തിക്കുന്ന ഒരു കർഷകനെ പോലെ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്താ പറയുക, പുരോഗതിയുടെ പാതയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് ക്ഷമയോടുകൂടി ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കാർഡ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അച്ചീവ്മെൻറ്റും സക്സസ്സും പ്രതീക്ഷിക്കാം. ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.